ഹായ്, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കുറേ നല്ല പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. നമ്മൾ DTDC വഴി മാത്രമാണ് പ്ലാന്റ്സ് അയയ്ക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് അയക്കുകയോ പ്ലാന്റ്സിൻ്റെ പേര് അയക്കുകയോ ചെയ്താൽ മതി. എല്ലാ പ്ലാന്റ്സിൻ്റെയും പ്ലാന്റ് സൈസും അതോടൊപ്പം റേറ്റും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പ്ലാന്റ്സ് വാങ്ങാൻ ശ്രമിക്കുക. ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ഇതിൻ്റെതായി കാണുന്ന ഒരു മെറൂൺ കളറിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ഒരുപാട് തവണ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ തൈകളാണ് സെയിലിനുള്ളത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ബോട്ടിൽ ബ്രഷ് പ്ലാന്റ് ആണ്. ബോട്ടിൽ ബ്രഷിൻ്റെ പൂക്കൾ ഒട്ടുമിക്കവർക്കും അറിയാം. തണ്ടിനറ്റത്തായിട്ട് ഇതുപോലെ തൂങ്ങിയാണ് പൂക്കൾ ഉണ്ടാവുക. ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ഹാങ്ങിങ് വിങ്കയുടെ തൈകളാണ്. ആദ്യത്തെ കളറ് ഈ കാണുന്ന ഒരു ലൈറ്റ് പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുക. രണ്ടാമത്തെ കളർ ഈ ഒരു ബെർഗണ്ടി കളറാണ്. ഈ രണ്ട് കളേഴ്സ് മാത്രമേ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളൂ. കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ അറിയിച്ചോളുക. ഇതിൻ്റെയും പ്ലാന്റ് സൈസ് വരുന്നത് ഈ കാണുന്ന സൈസ് ആയിരിക്കും. പൂക്കളായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവരെ അറിയിക്കുക. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരുന്നത് ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ ആണ്. നമ്മുടെ ബ്രൈഡലിൻ്റെയൊക്കെ അതേ പൂക്കൾ തന്നെയാണ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുക. നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറയെ പൂക്കളാകും. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ കാണുന്ന ഒരു സൈസ് ആയിരിക്കും. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ജെട്രോഫയുടെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. നല്ലൊരു ഡാർക്ക് റെഡ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ. അതുപോലെ നിറയെ ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു പ്ലാന്റിൽ വരാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലുപ്പമുള്ള പ്ലാന്റ് ആയിട്ടും അതല്ലെങ്കിൽ പോട്ടിൽ വെട്ടി നിർത്തി ചെറിയ പ്ലാന്റ് ആക്കിയും വളർത്താവുന്നതാണ്. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ്. റേറ്റ് 70 രൂപയാണ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കക്കടമുല്ലയാണ്. കക്കടമുല്ലയുടെ നല്ല വെള്ള നിറത്തിലുള്ള പൂക്കളാണ്. ഇതുപോലെ കൊല കുത്തി പൂക്കൾ തരും. നമ്മൾ അയക്കുന്ന പ്ലാന്റ് ഈ ഒരു സൈസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ നിറയെ പൂക്കളായിട്ടുണ്ട്. അപ്പോൾ ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് 70 രൂപയാണ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ക്രീപ്പർ റോസ് ആണ്. ക്രീപ്പർ റോസിൻ്റെ വൈറ്റ് ആണ്. ഇതുപോലെ കൊല കുത്തി പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു പരിചരണം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ പ്ലാന്റ് സൈസ് വരുന്നത് ഈ കാണുന്ന സൈസ് ആയിരിക്കും. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ശ്രീലങ്കൻ ജാസ്മിൻ്റെ തൈകളാണ്. ശ്രീലങ്കൻ ജാസ്മിൻ്റെ പൂക്കൾ നമുക്ക് എല്ലാ സമയത്തും സീസൺ ഒന്നുമില്ലാതെ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പവിഴമല്ലിയാണ്. പവിഴമല്ലിയുടെ ചെടികൾ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് പവിഴമല്ലിയുടെ പൂക്കൾ വരിക. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഫെമിനയാണ്. ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല. എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. മെക്സിക്കൻ പെറ്റൂണിയയുടെ പൂക്കളൊക്കെ പോലെ തന്നെ ഏകദേശം തോന്നുന്ന പൂക്കളാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ആണ്. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. പക്ഷേ സീസണിൽ പൂക്കുന്ന സമയത്ത് ഇതുപോലെ ചെടി നിറയെ പൂക്കളായിട്ട് നിൽക്കും. പൂക്കളുടെ ഒരു പ്രത്യേകത വിരിയാതെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളായിട്ടാണ് പൂക്കൾ നിൽക്കുക. അതുപോലെ അസാധ്യ സ്മെല്ലുള്ള പൂക്കളാണ്. പേര് പോലെ തന്നെയാണ്. നല്ല സ്മെല്ലാണ്. ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ
അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ബിഗോണിയ വൈൻ്റെ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ് ആണ്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് യെല്ലോ ജാസ്മിൻ്റെ തൈകളാണ്. യെല്ലോ ജാസ്മിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇത്തവണ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ഈ കാണുന്ന ഒരു നിയോൺ കളറിൽ ലീഫ് വരുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതും ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. ഇതുപോലെ നാരോ ലീഫാണ് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് 30 രൂപ തന്നെയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് ബ്രൈഡൽ ബൊക്കെയാണ്. ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് ആർച്ചിലൊക്കെ പടർത്തി വിട്ട് വളർത്താനായിട്ട് ഏറ്റവും പറ്റുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഈ ഒരു ബ്രൈഡലിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. പൂക്കളും അതുപോലെ മുട്ടകളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പ്ലാന്റ്സിൽ. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ ആണ്. ഗാർലിക് വൈൻ്റെ പൂക്കൾ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് ഇതിൻ്റെ ചെടികൾക്ക്, പ്രത്യേകിച്ച് ഇലകൾക്ക് വരുന്നത്. പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. കൊല കുത്തി പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണിത്. ആദ്യം ഒരു വയലറ്റും പിന്നീട് അത് വൈറ്റ് കളറിലേക്ക് കളർ മാറി വരും. ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ്. അടുത്തത് വരുന്നത് 2 പൈപ്പർ വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ കാണുന്ന പൈപ്പർ പ്ലാന്റ് ആണ്. നല്ല ഗ്ലേസിംഗ് ഉള്ള ലീഫാണ് ഈ ഒരു പൈപ്പർ ഓർണാറ്റം എന്ന വെറൈറ്റി. അപ്പോൾ ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. രണ്ടാമത്തെ പ്ലാന്റ് വരുന്നതും ഒരു പൈപ്പർ വെറൈറ്റിയാണ്. നല്ലൊരു സിൽവറും അതുപോലെ തന്നെ ഒരു പിങ്ക് കളറൂടൊക്കെ ചേർന്നാണ് ലീഫിൽ വരിക. ഇതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഈ കാണുന്ന ഒരു സിൽവർ കളറിൽ ലീഫ് വരുന്ന അലോക്കേഷ്യ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റിന്. ഒരു 2 അല്ലെങ്കിൽ 3 ലീഫൊക്കെ ആയിരിക്കും. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ബ്ലാക്ക് എരേലിയ പ്ലാന്റ് ആണ്. ഒരു ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും ഇതിൻ്റെ ലീഫ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ടേക്കോമയുടെ ഈ കാണുന്ന ഓറഞ്ച് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണിത്. നല്ല ഭംഗിയുള്ള കളറിലാണ് പൂക്കൾ വിരിയുക. ഇതിന് 70 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് കോസ്റ്റസ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 30 രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. വീണ്ടും പറയുന്നു, DTDC വഴി മാത്രമായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയയ്ക്കുക. സ്പീഡ് പോസ്റ്റ് നിലവിൽ നമ്മൾ അയക്കാറില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.